ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിലുള്ള യൂണിറ്റ് 3യിലെ ടെൻഡർ ഷൂട്ട്സ് അല്ലേ, അതാണ് യൂണിറ്റ് 3. അതിലെ ഒരു ഭാഗമാണ് കേട്ടോ, ഒരു ചാപ്റ്ററാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? വി ഹാവ് സീൻ ദാറ്റ് എക്സസ് ഓഫ് വാട്ടർ ക്യാൻ റിസൾട്ട് ഇൻ എ കലാമിറ്റി. സ്കാർസിറ്റി ഓഫ് വാട്ടർ ക്യാൻ ഓൾസോ ബി എ പ്രോബ്ലം. നൗ ലെറ്റ്സ് റീഡ് എ സ്റ്റോറി. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് വെള്ളം കൂടുതലായാലുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് അല്ലേ. അതുപോലെ വെള്ളം കുറഞ്ഞാലും പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. റബേക്ക ദ ചേഞ്ച് മേക്കർ. അപ്പോൾ ചേഞ്ച് മേക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റം കൊണ്ടുവരുന്ന ആളാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആരാണ് മാറ്റം കൊണ്ടുവരുന്ന ആൾ? റബേക്ക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. In the land of the Maasai in southwest Kenya, there was a girl named Rebecca. അവിടെ കെനിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് റബേക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. Her family kept cattle, sheep and goats and depended on farming the land for food. അവരുടെ ഫാമിലി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കന്നുകാലി വളർത്തലും കൃഷിയും ഒക്കെ ആയിരുന്നു അല്ലേ ജോലി. ആടിനെയൊക്കെ വളർത്തലായിരുന്നു അവരുടെ ജോലി. ആഫ്റ്റർ സ്കൂൾ ടൈം റബേക്ക യൂസ്ഡ് ടു ഹെൽപ്പ് ഹെർ ഫാമിലി ആൻഡ് ടേക്ക് കെയർ ഓഫ് ദ ആനിമൽസ് ഓൺ ദ ഫാം. അങ്ങനെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ റബേക്ക എന്ത് ചെയ്യും? ഫാമിലിയെ ഹെൽപ്പ് ചെയ്യും. അവൾ എന്ത് ചെയ്യും? ഫാമിൽ സഹായിക്കും, മൃഗങ്ങളൊക്കെ പരിപാലിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് ഡിഡ് റബേക്കാസ് ഫാമിലി ഡു ഫോർ എ ലിവിങ്? അപ്പോൾ അവരുടെ ജീവിതമാർഗം, റബേക്കയുടെ ഫാമിലിയുടെ ജീവിതമാർഗം എന്താണെന്ന് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ളത്. റബേക്കാസ് ഫാമിലി കെപ്റ്റ് കാറ്റിൽ, ഷീപ്പ് ആൻഡ് ഗോഡ്സ്. ദേ ഓൾസോ ഫാംഡ് ദ ലാൻഡ് ഫോർ ഫുഡ്. On a very hot day, Rebecca found her mother crying. Our crops have been bad this year, she said. Now our goats and sheep might die. അതായത് ഒരു ദിവസം, നല്ല ചൂടുള്ളൊരു ദിവസം, ഹോട്ട് ഡേ എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ളൊരു ദിവസം, റബേക്കയുടെ അമ്മ കരയാണ്. അപ്പോൾ റബേക്കയുടെ അമ്മ പറയാണ്, ഈ ഒരു വർഷം നമ്മുടെ വിളവുകൾ, ക്രോപ്സ് എന്ന് പറഞ്ഞാൽ വിളവുകളെല്ലാം വളരെ മോശമാണ് എന്നല്ലേ. പിന്നെയോ ഗോഡ്സും ഷീപ്പൊക്കെ എന്തായി? ചാവാറായി. ഗോട്ട് എന്ന് പറഞ്ഞ ആടാണ്, ഷീപ്പ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളം കൂടിയാലും മക്കളെ കുഴപ്പമാണ്, കൃഷിയൊക്കെ നശിക്കും. വെള്ളം കൂടിയിട്ട് അഴുകി നശിക്കും. വെള്ളം കുറഞ്ഞാലും കൃഷി വളരൂലല്ലോ, ഉണ്ടാവാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അങ്ങനെയും നശിക്കും. ലേറ്റർ അറ്റ് സ്കൂൾ റബേക്ക ആസ്ക്ഡ് ഹെർ ടീച്ചർ വൈ ദർ ഹാഡ് ബീൻ സോ ലിറ്റിൽ റെയിൻ ദാറ്റ് ഇയർ. റബേക്ക പിന്നീട് സ്കൂളിലെത്തി ടീച്ചറോട് ചോദിക്കുകയാണ്, ടീച്ചറെ എന്താണ് ഈ വർഷം ഇങ്ങനെ മഴ കുറയാൻ കാരണമെന്ന്. അപ്പോൾ ടീച്ചർ എന്താ പറയുന്നത്? വി ഹാവ് ഹാഡ് മെനി ഡേയ്സ് വിത്തൗട്ട് റെയിൻ സെഡ് ഹെർ ടീച്ചർ. ടീച്ചർ പറയാണ്, നമുക്കിപ്പം കുറച്ച് നാളായിട്ട് മഴ വളരെ കുറവാണ് എന്ന്. വെൻ വി ഹാവ് നോ റെയിൻ പ്ലാന്റ്സ് കനോട്ട് ഗ്രോ. മഴ തീരെ കുറവാണെങ്കിൽ ചെടികളൊന്നും വലുതാവില്ല അല്ലേ. ഇഫ് ദർ ആർ നോ ക്രോപ്സ് ഫോർ ഫുഡ് ആൻഡ് നോ വാട്ടർ ടു ഡ്രിങ്ക്. അപ്പോൾ ചെടികൾക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടില്ല, അതുപോലെ നമുക്ക് കുടിക്കാൻ ആവശ്യമുള്ള വെള്ളം കിട്ടില്ല. അപ്പോൾ എന്താണ്? അവർ ആനിമൽസ് വിൽ ഡൈ. മൃഗങ്ങളെല്ലാം ചത്തുപോകും അല്ലേ. എവറി വൺ ഇൻ ദ ക്ലാസ് വാസ് ക്വൈറ്റ് ഫോർ എ മൊമെൻറ്റ്. ആ ഒരു നിമിഷം ക്ലാസ്സിലുള്ള എല്ലാവരും എന്താണ്? നിശബ്ദരായി അല്ലേ. ദേ വർ വെറീഡ് അബൌട്ട് ദെയർ ഫാമിലീസ്, ദെയർ ആനിമൽസ് ആൻഡ് ദെയർ കമ്മ്യൂണിറ്റി. ആ ഒരു സമയം അവരെല്ലാവരും അവരുടെ ഫാമിലിയെക്കുറിച്ചും അവരുടെ മൃഗങ്ങളെക്കുറിച്ചും അതുപോലെ ആ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും ഒക്കെ ഓർത്തിട്ട് വിഷമിച്ചു. അറ്റ് ദ സ്കൂൾ ലൈബ്രറി റബേക്ക സെർച്ച്ഡ് ഫോർ മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ റെയിൻ. പിന്നെ റബേക്ക എന്താ ചെയ്തതെന്ന്? സ്കൂൾ ലൈബ്രറിയിൽ പോയിട്ട് മഴയെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ മനസ്സിലാക്കി. വാട്ട് ഷീ ലേൺഡ് അലാംഡ് ഹെർ. അപ്പോൾ ഓരോന്ന് മനസ്സിലാക്കുമ്പോൾ അവൾക്ക് ഓരോ ഉണർവ് വരികയാണ്, ഓരോന്ന് ഉണർത്താണ് അവളുടെ മനസ്സിനെ. The whole world is getting hotter and there is less rain. അപ്പോൾ അവൾ മനസ്സിലാക്കുകയാണ്, ആ ഒരു സ്ഥലത്ത് മാത്രമല്ല ഈ ലോകം മൊത്തം എന്താണ്? ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ മഴ കുറഞ്ഞിരിക്കുകയാണ് എന്നല്ലേ. ഷീ ലേൺഡ് എ ന്യൂ ടേം. അങ്ങനെ അവളൊരു പുതിയ ടേം പഠിക്കുകയാണ്. എന്താണത്? ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ, കാലാവസ്ഥാ വ്യതിയാനം. കാർസ്, ബസ്സസ് ആൻഡ് എയ്റോപ്ലെയിൻസ് ആർ പൊല്യൂട്ടിംഗ് ദ എയർ. ട്രീസ് are being cut down and used to make buildings. എന്താണ് പറയുന്നത്? കാറ്, ബസ്, എയ്റോപ്ലെയിൻസ് ഒക്കെ നമ്മുടെ വായുവിനെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയോ മരങ്ങളെല്ലാം വെട്ടിക്കൊണ്ട് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കുകയാണ് അല്ലേ. ഹ്യൂജ് പൈൽസ് ഓഫ് ട്രാഷ് ആർ തോട്ട്ലെസ്ലി ബറീഡ് ഇൻ ദ ഗ്രൗണ്ട്.
പിന്നെന്താണ് ചെയ്യുന്നത്? നമ്മളൊക്കെ വേസ്റ്റ് ഗ്രൗണ്ടിൽ കുന്നുകൂട്ടി ഇടുന്നു അല്ലേ? അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞ് കുന്നുകൂട്ടി ഇടുന്നു. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ ഹാമിങ് നേച്ചർ. ഇതൊക്കെ നമ്മുടെ പ്രകൃതിയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് അല്ലേ? റെബേക്ക ഫെൽറ്റ് സാഡ്. ഇതൊക്കെ കേട്ടിട്ട് റെബേക്കക്ക് ഭയങ്കര വിഷമമായി. വാട്ട് ക്യാൻ ഐ, ഞാനിപ്പോൾ എന്താ ചെയ്യുക? ജസ്റ്റ് എ ലിറ്റിൽ ഗേൾ ഡു ടു ഹെൽപ്പ് ദ ഹോൾ വേൾഡ്, ഷീ വണ്ടേർഡ്. ഒരു ചെറിയ പെൺകുട്ടിയായ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് അവൾ അത്ഭുതപ്പെടുകയാണ് ഇതൊക്കെ അറിഞ്ഞ സമയത്ത്. ഇനി 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ വാസ് റെബേക്കാസ് മദർ സാഡ്? എന്തിനാണ് റെബേക്കയുടെ അമ്മ വിഷമിച്ചത്? എന്തിനാണ്? റെബേക്കാസ് മദർ വാസ് സാഡ് ബിക്കോസ് ദ ക്രോപ്സ് വെർ ബാഡ്. ഷി വാസ് അഫ്രൈഡ് ദെയർ ആനിമൽസ് മൈറ്റ് ഡൈ. എന്തിനാണ്? വിളകളൊക്കെ നശിച്ചു പോകുമെന്നും മൃഗങ്ങളൊക്കെ ചത്തുപോകാറായിട്ടുണ്ടെന്നും ആലോചിച്ചിട്ടാണ് അല്ലേ വിഷമിച്ചിരുന്നത്. ഇവിടെ ആനിമൽസ് 2 കാരണങ്ങൾ കൊണ്ട് ചത്തുപോവാൻ ഇടയുണ്ട്. എന്താണ്? വെള്ളമില്ലാത്തത് കൊണ്ടും ചാവാം, അതുപോലെ തന്നെ വെള്ളം ഉണ്ടായാലല്ലേ ഉള്ളൂ പുല്ലുകളൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിക്കാതെ ഗോട്ടും ഷീപ്പും ഒക്കെ ചത്തുപോകാനും ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ന്യൂ ഇൻഫർമേഷൻ ഡിഡ് റെബേക്ക ഗെറ്റ് ഫ്രം ദ ലൈബ്രറി? ലൈബ്രറിയിൽ നിന്ന് റെബേക്കക്ക് എന്താണ് പുതിയതായിട്ട് എന്ത് ഇൻഫർമേഷൻ ആണ് കിട്ടിയത്? റെബേക്ക ലേൺഡ് ദാറ്റ് ദ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ ആൻഡ് ദർ ഈസ് ലെസ് റെയിൻ. ഷീ ഫൗണ്ട് ഔട്ട് ദാറ്റ് പൊല്യൂഷൻ ആൻഡ് കട്ടിംഗ് ഡൗൺ ട്രീസ് ആർ ഹാമിംഗ് നേച്ചർ. ഷീ ലേൺഡ് എ ന്യൂ ടേം ക്ലൈമറ്റ് ചേഞ്ച് ഫ്രം ദ ലൈബ്രറി. റെബേക്ക എന്താണ് മനസ്സിലാക്കിയത്? അവിടെ മാത്രമല്ല, ലോകത്ത് മൊത്തം നല്ല ചൂട് കൂടുകയാണെന്നും വെള്ളത്തിൻ്റെ അളവ് കുറയുകയാണെന്നും അല്ലേ? പിന്നെയോ വാഹനങ്ങളിൽ നിന്നെല്ലാം എയർ മലിനമാകുകയാണെന്നും മരങ്ങളൊക്കെ വെട്ടിയിട്ട് എന്താണ് പ്രകൃതിക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ടെന്നും അല്ലേ? പിന്നെ സ്കൂൾ ലൈബ്രറിയിൽ നിന്നും അവളൊരു പുതിയ ടേം പഠിക്കുകയാണ്, ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ? അടുത്തത് നോക്കാം. റെബേക്ക ഡിസൈഡഡ് ടു ടോക്ക് ടു ഹെർ ടീച്ചർ അബൌട്ട് വാട്ട് ഷീ ഹാഡ് ലേൺഡ്. അപ്പോൾ അവൾ സ്കൂൾ ലൈബ്രറിയിൽ നിന്നും എന്താണ് പഠിച്ചത് എന്നുള്ള കാര്യം ടീച്ചറോട് പറയാൻ വേണ്ടി അവൾ തീരുമാനിക്കുകയാണ്. ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്. അപ്പോൾ ഇത് ഭൂമിക്കുള്ള ഒരു വലിയ പ്രശ്നം തന്നെയാണ് അല്ലേ? ഹെർ ടീച്ചർ എക്സ്പ്ലെയിൻഡ്. ടീച്ചർ വിശദീകരിക്കുകയാണ്. But there are certain things that we can do to help, like planting trees to make nature stronger. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും, ഇതിന് വേണ്ടിയിട്ട് പ്രകൃതിക്ക് വേണ്ടിയിട്ട് നമുക്ക് മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലേ? ഭൂമിയെ പ്രകൃതിയെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മരങ്ങൾ നട്ടുപിടിപ്പിക്കാമെന്ന് ടീച്ചർ പറയാണ്. ആസ് റെബേക്ക വാക്ക്ഡ് ഹോം. അങ്ങനെ റെബേക്ക എന്ത് ചെയ്യാണ്? വീട്ടിലേക്ക് പോവാണ്. It was very hot and she stopped to drink from her water bottle. അങ്ങനെ അവൾ വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്ത് അവൾക്ക് നന്നായിട്ട് ചൂട് കൊണ്ട് നന്നായിട്ട് വെള്ളത്തിന് ദാഹിച്ചപ്പോൾ അവൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ബോട്ടിൽ എടുക്കുകയാണ്. പക്ഷേ ഷീ കുഡിൻറ്റ് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ദ ലാക്ക് ഓഫ് റെയിൻ ആൻഡ് ഹൗ ഇറ്റ് വാസ് എഫക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ അവൾക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് മഴ കുറയുന്നത്, എന്തുകൊണ്ടാണ് കുറയുന്നതെന്ന് അറിയെങ്കിലും കൂടിയിട്ട് അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടല്ലേ എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അവൾ നടക്കുന്നത്. ഷീ വാണ്ടഡ് ടു ഹെൽപ്പ് ഹെർ കമ്മ്യൂണിറ്റി. അങ്ങനെ അവൾക്ക് അവളുടെ കമ്മ്യൂണിറ്റിയെ സഹായിക്കണമെന്ന് തോന്നുകയാണ്. ദെൻ ഷീ ഗെറ്റ്സ് ആൻ ഐഡിയ. അങ്ങനെ അവൾക്കൊരു ഐഡിയ തോന്നുന്നു. ഐ ഹാവ് ലേൺ സോ മച്ച് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച് ഷീ തോട്ട്. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ്, ഞാൻ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലോ എന്ന്. It would help if everyone knew about this problem. Then together we could work out a solution. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ്, എനിക്ക് മാത്രം അറിയാവുന്ന അല്ലെ കുറച്ച് പേർക്ക് അറിയാവുന്ന ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ട് എല്ലാവർക്കും മനസ്സിലായാൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ പറ്റുമായിരിക്കുമെന്ന് അവൾ വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ റെബേക്ക റിക്വസ്റ്റഡ് ഹെർ ടീച്ചർ ടു ഗിവ് എ ലെസൺ അബൌട്ട് ദ ചേഞ്ചിങ് വെദർ ആൻഡ് ദ ഡാമേജ് ഹ്യൂമൻസ് വർ ഡൂയിങ് ടു നേച്ചർ. പിറ്റേ ദിവസം റെബേക്ക ക്ലാസ് ടീച്ചറോട് പറയുകയാണ്, ടീച്ചർ ഒരു ക്ലാസ് എടുക്കണം വെതർ ഇങ്ങനെ ചേഞ്ച് ആവുന്നതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ മനുഷ്യർ പിന്നെ എന്തൊക്കെയാണ് നേച്ചറിന് പിന്നെ ദോഷം ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഒരു ക്ലാസ് എടുക്കണം എന്ന് പറയാണ്. ദ ടീച്ചർ ഗ്ലാഡ്ലി ഗേവ് ദം എ ഡീറ്റെയിൽഡ് സെഷൻ ആസ് റിക്വസ്റ്റഡ്. ഇപ്പോൾ റെബേക്കയുടെ പിന്നെ റിക്വസ്റ്റ് കേട്ട ടീച്ചർ സന്തോഷത്തോടുകൂടെ ആ ഒരു ക്ലാസ് എടുത്തു. At the end of the classes,
ക്ലാസ് റെബേക്ക സ്റ്റുഡ് അപ്പ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞപ്പോൾ റെബേക്ക എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാണ്, ഷീ ആസ്ക്ഡ് എവ്രി വൺ ഇൻ ഹെർ ക്ലാസ് ടു ഗോ ഹോം ആൻഡ് ടീച്ച് ദെയർ പേരൻസ് അബൌട്ട് വാട്ട് ദേ ഹാഡ് ലേൺഡ്. നിങ്ങൾ ഈ ഇപ്പോൾ ക്ലാസ്സിൽ പഠിച്ച കാര്യം എന്താണ്, ഭൂമിക്ക് മനുഷ്യരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, കാലാവസ്ഥ ചേഞ്ച് എന്താണ്, പിന്നെ എന്താണ് വെള്ളമില്ലാഞ്ഞാലുള്ള പ്രോബ്ലം, നമ്മൾ നേച്ചറിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് അവർക്കും കൂടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയാണ്. ഇൻ ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ് എവ്രി വൺ വാസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ഹ്യൂമൻസ് വർ ബ്രിങ്ങിങ് ഹാം ടു നേച്ചർ. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും സംസാര വിഷയം എന്തായി, മനുഷ്യരെന്തൊക്കെയാണ് ഭൂമിക്ക് ദോഷകരമായിട്ട് ചെയ്യുന്നത് എന്ന്. ഇനി താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഡിഡ് റെബേക്ക ആസ്ക് എവ്രി വൺ ഇൻ ഹെർ ക്ലാസ് ടു ഡു. അപ്പോൾ ക്ലാസ്സിലുള്ള എല്ലാവരോടും റെബേക്ക എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? റെബേക്ക ആസ്ക്ഡ് എവ്രി വൺ ഇൻ ഹെർ ക്ലാസ് ടു ഗോ ഹോം ആൻഡ് ടീച്ച് ദെയർ പേരൻസ് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹൗ ഹ്യൂമൻ വർ ഹാമിങ് നേച്ചർ. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ പോയിട്ട് പാരൻസിന് പറഞ്ഞു കൊടുക്കാനാണ് അല്ലേ പറയുന്നത്. എന്തിനെക്കുറിച്ചെല്ലാം? ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും പിന്നെ നേച്ചറിന് ദോഷകരമായിട്ട് മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടും വീട്ടിൽ പാരൻസിനോട് പോയിട്ട് പറയാനാണ് റെബേക്ക പറയുന്നത്. One day the elders in her village held a meeting to talk with Rebecca about what could be done to help nature. അപ്പോൾ ആ ഒരു ദിവസം ഗ്രാമത്തിലുള്ള മുതിർന്നവരെല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് വെക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? റെബേക്കയുമായിട്ട് സംസാരിക്കാൻ. നമ്മൾ നേച്ചറിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നേച്ചറിന് നല്ലതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. The problems they faced was so big. കാരണം അവർ ഫേസ് ചെയ്യുന്നത് വളരെ വലിയ പ്രശ്നങ്ങളായിരുന്നു. ലെറ്റ്സ് റൈറ്റ് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ഓഫ് കെനിയ, വൺ ഓഫ് ദ എൽഡേഴ്സ് സെഡ്. അപ്പോൾ അതിലുള്ള ഒരാൾ പറയാണ്, നമുക്ക് കെനിയയിലെ പ്രസിഡന്റിന് അല്ലേ, അവരുടെ രാജ്യമാണ് കെനിയ, അപ്പോൾ അതിൽ കെനിയയിലെ പ്രസിഡന്റിന് ഒരു ലെറ്റർ എഴുതാമെന്ന്. ഹീ നീഡ്സ് ടു നോ വാട്ട് വി കനോട്ട് ലിവ് വിത്തൗട്ട് റെയിൻ. അദ്ദേഹം അറിയണം എന്ത്? മഴയില്ലാതെ നമ്മൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത്. ദെൻ മേ ബി ഹി വിൽ ഇംപ്ലിമെൻറ്റ് ലോസ് ടു സ്റ്റോപ്പ് ഹാമിങ് നേച്ചർ. എന്നാലേ അദ്ദേഹം എന്ത് ചെയ്യുള്ളൂ? പ്രകൃതിക്ക് ദോഷകരമായിട്ട് ചെയ്യുന്നതിന് എതിരെ ഒരു നിയമം കൊണ്ടുവരുള്ളൂ അല്ലേ. റെബേക്ക ടുക്ക് ദ ലെറ്റർ ആൻഡ് ഷെയർഡ് ഇറ്റ് വിത്ത് ഹെർ ക്ലാസ്മേറ്റ്സ്. അപ്പം റെബേക്ക എന്താണ് ചെയ്തത്? ലെറ്റർ എഴുതിയിട്ട് ക്ലാസ്സിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, കുട്ടികളുടെ അടുത്ത് കൊണ്ടുപോയി. ദേ ആസ്ക്ഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ് ടു സൈൻ ദെയർ നെയിംസ് അറ്റ് ദ ബോട്ടം ടു ഷോ ദെയർ സപ്പോർട്ട്. അപ്പോൾ റെബേക്ക എന്ത് പറയാണ്? ഈ ഒരു ലെറ്റർ നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പാരൻസിൻ്റെ അടുത്തൊക്കെ പേരെഴുതി ഒപ്പിട്ട് കൊണ്ടുവരണം. അത് വലിയൊരു സപ്പോർട്ടായിരിക്കും അല്ലേ. നമ്മൾ ഒരാൾ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിൽ ഒരുപാട് ആൾ കൂടി കൊടുക്കുമ്പോൾ അത് സ്ട്രോങ് ആയിരിക്കും. ഇൻ നൈറോബി ദ പ്രസിഡന്റ് റീഡ് ദ ലെറ്റർ ഫ്രം ദ മാസൈ കമ്മ്യൂണിറ്റി. കെനിയയുടെ തലസ്ഥാനമായ നൈറോബിയിൽ പ്രസിഡന്റ് എന്താണ് ഈ ഒരു കമ്മ്യൂണിറ്റി, മാസൈ കമ്മ്യൂണിറ്റിന്ന് അയച്ച ലെറ്റർ വായിക്കുകയാണ്. ഹി റിസീവ്ഡ് മെനി അതർ ലെറ്റേഴ്സ് ഫ്രം അതർ പാർട്സ് ഓഫ് ദ കൺട്രി ടു. അപ്പോൾ ഇവർ കത്തെഴുതിയതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും പ്രസിഡന്റിന് ഇതുപോലെയുള്ള കത്തുകൾ വന്നു. ഐ നീഡ് ടു ഹെൽപ്പ് കെനിയ ടു പ്രൊട്ടക്റ്റ് നേച്ചർ, ഹി തോട്ട്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, കെനിയയെ രക്ഷിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂന്നല്ലേ. ദ പ്രസിഡന്റ് ആസ്ക്ഡ് ഹിസ് കൺട്രി മാൻ ടു പ്ലാന്റ് ട്രീസ് ഔട്ട്സൈഡ് ദെയർ ഹോംസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺട്രിമെന്നോട് പറയാണ് വീടിന് ചുറ്റും മരങ്ങൾ നടണമെന്ന്. ഇൻ ദ മാസൈ കമ്മ്യൂണിറ്റി എവ്രി വൺ അഗ്രീഡ് ടു പ്ലാന്റ് എ ട്രീ ഔട്ട്സൈഡ് ദെയർ ഹോംസ്. അപ്പോൾ മാസൈ കമ്മ്യൂണിറ്റി ഉള്ളവരൊക്കെ അത് അഗ്രി ചെയ്തിട്ട് വീടിന് ചുറ്റും എന്താണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി അല്ലേ. റെബേക്ക ആൻഡ് ഹെർ മദർ ഡഗ് എ ഹോൾ ടുഗദർ ആൻഡ് പ്ലാന്റഡ് എ സീഡ്ലിംഗ്. റെബേക്കയും അമ്മയും കൂടെ അതുപോലെ തന്നെ ഒരു കുഴിയൊക്കെ എടുത്ത് ഒരു ചെടി നടാനായിട്ടൊക്കെ തുടങ്ങി. പിന്നെ ക്വസ്റ്റ്യൻസ് ആണ്. വൈ ഡിഡ് ദ എൽഡേഴ്സ് ഓഫ് ദ മാസൈ കമ്മ്യൂണിറ്റി റൈറ്റ് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ഓഫ് കെനിയ. കെനിയയിലെ പ്രസിഡന്റിന് പിന്നെ മാസൈ കമ്മ്യൂണിറ്റിയിലുള്ള മുതിർന്നവരെല്ലാവരും കൂടെ എന്തിനാണ് ഒരു ലെറ്റർ എഴുതിയത്? The elders wrote a letter to the president asking for help. They wanted him to make laws to protect nature and ensure there was enough rain.
അപ്പോൾ പ്രസിഡന്റിന് എന്തിനാണ് കത്തയച്ചിട്ടുള്ളത്? അവർക്ക് ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ. എന്തിനാണത്? നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു നിയമം കൊണ്ടുവരണമെന്ന് ഉള്ള ഒരു സന്ദേശം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കത്തെഴുതിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇൻസ്ട്രക്ഷൻസ് ഡിഡ് ദ പ്രസിഡന്റ് ഗിവ് ഹിസ് കൺട്രിമെൻ ടു സേവ് നേച്ചർ? പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് പ്രസിഡന്റ് കൺട്രിമെനോട് എന്ത് ഇൻസ്ട്രക്ഷനാണ് കൊടുത്തിട്ടുള്ളത്? The president asked his countrymen to plant trees outside their homes. എന്താണ് പ്രസിഡന്റ് കൺട്രിമെനോട് പറഞ്ഞത്? എല്ലാവരും വീടിന് ചുറ്റും ചെടികൾ നടണം എന്നല്ലേ. At Rebecca's school, the principal held an assembly to address the students. അപ്പോൾ റെബേക്കയുടെ സ്കൂളിൽ ഒരു അസംബ്ലി വെച്ചിട്ട് പ്രിൻസിപ്പാൾ കുട്ടികൾ നേരെ സംസാരിക്കുകയാണ്. He asked Rebecca to stand beside him. എന്നിട്ട് പ്രിൻസിപ്പാൾ പറയാണ് റബേക്കയോട് അടുത്ത് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ് ഈസ് എ ബിഗ് ജോബ് ആൻഡ് എവ്രി വൺ ഇൻ ദ വേൾഡ് ഹാസ് ടു ഹെൽപ്പ്, ദ പ്രിൻസിപ്പാൾ സെഡ്. അപ്പോൾ പ്രിൻസിപ്പാൾ പറയാണ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്, അതെല്ലാവരും ചെയ്യേണ്ടതാണെന്ന്. But we would like to thank Rebecca for helping us learn and make a change. ഇപ്പോൾ പ്രിൻസിപ്പൾ പറയാണ് നമ്മളെ ഈ ഒരു ചിന്തയിലേക്ക് എത്തിച്ചത് റെബേക്കയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതൊക്കെ ആരാണ് തുടക്കട്ടത്? റെബേക്കയാണ് അല്ലേ. അപ്പോൾ അവൾക്ക് ഒരു നന്ദി പറയാണ്. Imagine how beautiful the world would be if we all helped our community. അപ്പോൾ അദ്ദേഹം പറയാണ്, ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മളെ കമ്മ്യൂണിറ്റിയെ സഹായിച്ചാൽ നമ്മുടെ നാട് എത്ര മനോഹരമായിരിക്കും. ഈ ആഡഡ്, അതും കൂടെ അദ്ദേഹം കൂട്ടിച്ചേർക്കാണ്. റെബേക്ക ഫെൽറ്റ് വെരി ഹാപ്പി. അപ്പോൾ റെബേക്കക്ക് ഭയങ്കര സന്തോഷമായില്ലേ. ഷീ വണ്ടേർഡ് വാട്ട് ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ് കുഡ് ഡു നെക്സ്റ്റ് ടു ഹെൽപ്പ് നേച്ചർ ആൻഡ് ഹെർ കമ്മ്യൂണിറ്റി. അപ്പോൾ പിന്നെ റെബേക്കയുടെ ഫ്രണ്ട്സും ആലോചിക്കുകയാണ് എന്ത്, ഇനി നേച്ചറിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നല്ലേ. ഇനി താഴെ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തേത്, വി വുഡ് ലൈക്ക് ടു താങ്ക് റെബേക്ക സെഡ് ദ പ്രിൻസിപ്പാൾ. വൈ? എന്തിനാണ് പ്രിൻസിപ്പാൾ റെബേക്കയോട് താങ്ക്സ് പറയാൻ പറഞ്ഞത്? ദ പ്രിൻസിപ്പാൾ താങ്ക്ഡ് റെബേക്ക ഫോർ ടീച്ചിങ് എവ്രി വൺ അബൌട്ട് പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽപ്പ് ദ കമ്മ്യൂണിറ്റി. അപ്പോൾ കമ്മ്യൂണിറ്റിയെ സഹായിക്കാനും എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുമുള്ള കാര്യങ്ങൾ ആരാണ് പറഞ്ഞു തന്നത്? റെബേക്കയാണല്ലേ. അതുകൊണ്ടാണ് പ്രിൻസിപ്പൾ റെബേക്കയോട് താങ്ക്സ് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റെബേക്ക ഫൗണ്ട് ഔട്ട് സെവറൽ റീസൺ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. വാട്ട് ആർ ദേ? റെബേക്ക ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തെല്ലാമാണത്? റെബേക്ക ലേൺ ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് കോസ്ഡ് ബൈ പൊല്യൂഷൻ, കട്ടിംഗ് ഡൗൺ ട്രീസ് ആൻഡ് അതർ ഹാംഫുൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അപ്പോൾ എന്തൊക്കെയാണ്? പൊല്യൂഷൻ കാരണമാണ്, പിന്നെ അതുപോലെ തന്നെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നത് കൊണ്ട്, അതുപോലെ മനുഷ്യൻ്റെ ഹാംഫുൾ ആയിട്ടുള്ള അല്ലേ ദോഷകരമായ പ്രവൃത്തികൾ മൂലമൊക്കെയാണെന്നാണ് റെബേക്ക കണ്ടുപിടിച്ചിട്ടുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ, സജസ്റ്റ് 2 ആക്ടിവിറ്റീസ് ടു പ്രൊട്ടക്റ്റ് നേച്ചർ. നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു 2 ആക്ടിവിറ്റി പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ എഴുതാം? പ്ലാന്റ് ട്രീസ്, റെഡ്യൂസ് വേസ്റ്റ്, അതുപോലെ റീസൈക്കിൾ എഴുതാം അല്ലേ. മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പിന്നെയോ വേസ്റ്റൊക്കെ റെഡ്യൂസ് ചെയ്യുക അല്ലേ, വേസ്റ്റ് കഴിവതും കുറയ്ക്കുക. പിന്നെയോ റീസൈക്കിള്, എന്താണ് നമ്മൾക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പ്ലാസ്റ്റിക് തരംതിരിച്ച് വെക്കുക. ഇപ്പം വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ വരുന്നോലല്ലേ, അപ്പോൾ 3 വിഭാഗമാക്കിയിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ അത് വീണ്ടും റീസൈക്കിൾ ചെയ്തു വരും. അപ്പോൾ അങ്ങനെ ചെയ്യുക. എന്തായാലും പ്ലാസ്റ്റിക് കത്തിക്കരുത് കേട്ടോ. ഇനി നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, റീഡ് ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. അപ്പോൾ നമ്മൾ ആ ഒരു കഥ വായിച്ചിട്ട് ഇവിടെ തന്നിട്ടുള്ള ഈ ഓരോ സെൻറ്റൻസും കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തേത് എന്താണ്? റെബേക്ക ആസ്ക്ഡ് ഹെർ ടീച്ചർ. റെബേക്ക എന്താണ് ടീച്ചറോട് ചോദിച്ചത്? വൈ ദർ ഹാഡ് ബീൻ സോ ലിറ്റിൽ റെയിൻ. അടുത്തത്, ട്രീസ് ആർ ബീയിങ് കട്ട് ഡൗൺ ആൻഡ് യൂസ്ഡ് ടു മേക്ക് ബിൽഡിങ്സ്. ദ പ്രസിഡന്റ് ആസ്ക്ഡ് ഹിസ് കൺട്രിമെൻ ടു പ്ലാന്റ് ട്രീസ് ഔട്ട്സൈഡ് ദെയർ ഹോംസ്. വി വുഡ് ലൈക്ക് ടു താങ്ക് റെബേക്ക ഫോർ ഹെൽപ്പിംഗ് us ലേൺ ആൻഡ് മേക്ക് എ ചേഞ്ച്.
Next, activity 2. Given below are two scenes of Rebecca's farm. Look at the picture and prepare a description. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? റബേക്കയുടെ ഫാമിലെ 2 പിക്ചേഴ്സാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. അത് ഒരു വിവരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഫസ്റ്റ് പിക്ചർ? ബിഫോർ ദ ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വരൾച്ചയാണ് അല്ലേ? അപ്പോൾ എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ദിസ് ഈസ് റബേക്കാസ് ഫാം. ദർ ആർ കാറ്റിൽ, ഷീപ്പ്, ഡക്സ് ആൻഡ് ഹാൻസ് ഇൻ ദ ഫാം. അവിടെ ഇത് റബേക്കയുടെ ഫാമാണ്. അവിടെ കന്നുകാലി, ചെമ്മരിയാട്, താറാവുകൾ, കോഴികൾ എല്ലാം ഉണ്ട് അല്ലേ ആ ഫാമിൽ. ലാർജ് ബ്രൗൺ കൗസ് ആർ ഗ്രേസിങ് ഇൻ ദ ഫാം. വലിയ ബ്രൗൺ കളറിലുള്ള പശുക്കൾ പുല്ല് മേയുന്നുണ്ട്. ദർ ഈസ് എ ഹ്യൂജ് ട്രീസ് വിത്ത് റൈപ്പ് ഫ്രൂട്ട്സ്. നല്ല പഴുത്ത പഴങ്ങളുള്ള വലിയ മരങ്ങളുണ്ട്. എ ഹാപ്പി ബ്രൗൺ സ്ക്വിറൽ ഈസ് സിറ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബ്രാഞ്ചസ്. ആ മരത്തിലെ ഒരു കൊമ്പിൽ ആരുണ്ട്? നല്ല സന്തോഷത്തിൽ ഒരു അണ്ണാനുണ്ട് അല്ലേ? സ്ക്വിറൽ ഉണ്ട്. ദ ലവ്ലി റെഡ് ഫ്ലവേഴ്സ് ആഡ് ബ്യൂട്ടി ടു ദ ഫാം. നല്ല ചുവന്ന കളറിലുള്ള പൂക്കൾ ആ ഒരു ഫാമിന് കൂടുതൽ ഭംഗി നൽകുന്നു. അപ്പോൾ എന്താണ് മക്കളെ? വരൾച്ചയ്ക്ക് മുമ്പ് മൊത്തത്തിൽ നല്ല ഭംഗിയാണ് അല്ലേ? മൃഗങ്ങളും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു പിക്ചറാണ്. അപ്പോൾ നമുക്കുള്ള വർക്ക് എന്താണ്? ആഫ്റ്റർ ദ ഡ്രോട്ട്, വരൾച്ചയ്ക്ക് ശേഷം വെള്ളമൊന്നും കിട്ടാതെ വന്നതിന് ശേഷമുള്ള ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എഴുതാം. When the drought came, Rebecca's farm became dried. വരൾച്ച വന്നപ്പോൾ റബേക്കയുടെ തോട്ടം എന്തായി? ഉണങ്ങിപ്പോയില്ലേ? ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ്. ഇത് മുഴുവനായിട്ടും നശിച്ചു പോയിരിക്കുന്നു. ഓൾ ദ ട്രീസ് വിത്തൗട്ട് വാട്ടർ. എല്ലാ മരങ്ങളും വെള്ളം കിട്ടാതെ എന്തായി? വിതേർഡ്, വാടിപ്പോയിട്ടുണ്ട്. ദർ ആർ നോ ആനിമൽസ് ഇൻ ദാറ്റ് ഫാം. ഒരു മൃഗങ്ങൾ പോലും ആ ഫാമിലില്ല. ദ പ്ലേസ് ബിക്കം എ ഡെസേർട്ട്. ഇതൊരു മരുഭൂമി പോലെ ആയിട്ടുണ്ട് അല്ലേ? വെള്ളം കിട്ടാതെ ഒരു മരുഭൂമി പോലെ ആയിട്ടുണ്ട്. ആക്ടിവിറ്റി 3. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. താഴെ തന്നിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കാം. ഒന്നാമത്തെ പിക്ചറിൽ എന്താണ്? ദ മാൻ ഈസ് ഡംപിങ് വേസ്റ്റ് ഓൺ ദ റോഡ്. ഒരാൾ എന്ത് ചെയ്യാണ്? മാലിന്യങ്ങളൊക്കെ റോഡ് സൈഡിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുകയാണ്. അടുത്തത് ദ ചിൽഡ്രൻ ആർ ക്ലാപ്പിംഗ് ദെയർ ഹാൻഡ്സ്. കുട്ടികൾ കൈകൊട്ടുന്നു. Now you may look at the following pictures and write down what each of them is or are doing. താഴെ തന്നിരിക്കുന്ന പിക്ചേഴ്സിൽ ഓരോ ആളുകളും എന്താണ് ചെയ്യുന്നത് എന്ന് താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ പിക്ചറിൽ എന്താണ്? ഒരാൾ പെയിൻ്റ് അടിക്കുകയാണ് അല്ലേ? ചുമരിൽ പെയിൻ്റ് അടിക്കുകയാണ്. അപ്പോൾ എ മാൻ ഈസ് പെയിൻറ്റിങ് ദ വാൾ. രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു കുട്ടി ചെടി നടുകയാണ് അല്ലേ? എ ഗേൾ ഈസ് പ്ലാന്റിങ് എ സാപ്ലിംഗ്. അടുത്ത പിക്ചറിൽ ഒരു ആൺകുട്ടി ബോട്ടിൽസ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഇടുകയാണ് അല്ലേ? വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയിട്ട് ഇടുക. ദ ബോയ് ഈസ് ഡിസ്പോസിങ് വേസ്റ്റ് ഇൻ എ ബിൻ. ഇനി നാലാമത്തെ പിക്ചറിൽ കുറച്ച് പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുകയാണ് അല്ലേ? ഗേൾസ് ആർ പ്ലേയിങ് ഫുട്ബോൾ. ഇവിടെ കണ്ടോ, ഒരാളുള്ള സ്ഥലത്ത് ഈസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്നിലധികം പേരുണ്ടെങ്കിൽ ആറാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. അടുത്തത് ആക്ടിവിറ്റി 4 ആണ്. ദ നേച്ചർ ക്ലബ് ഓഫ് റബേക്കാസ് സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ അനൗൺസ്മെൻറ്റ് ഇൻ ദ മോർണിംഗ് അസംബ്ലി. അപ്പോൾ എന്താണ്? റബേക്കയുടെ സ്കൂളിലുള്ള നാച്ചുറൽ ക്ലബ്ബ് ഡിസൈഡ് ചെയ്യുകയാണ് ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ വേണ്ടിയിട്ട്. എന്തിനെ പറ്റിയിട്ട്? ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ട്. അപ്പം നമ്മൾ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കണം രാവിലെ അസംബ്ലിയിൽ അനൗൺസ് ചെയ്യാനുള്ളത്. Good morning all. I have an exciting announcement from the Nature Club. എനിക്ക് നേച്ചർ ക്ലബിൽ നിന്ന് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള അനൗൺസ്മെൻ്റ് ഉണ്ട്. വി ആർ കണ്ടക്ടിങ് എ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഫിലിംസ് റിലേറ്റഡ് ടു ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ദ കൺസർവേഷൻ ഓഫ് നേച്ചർ വിൽ ബി ഷോൺ അറ്റ് ദ ഫെസ്റ്റിവൽ. എന്തിനൊക്കെ കുറിച്ചുള്ള ഫിലിമാണ്? ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും കൺസർവേഷൻ ഓഫ് നേച്ചറിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഫിലിംസ് ആണ്. ഹിയർ ആർ ദ ഡീറ്റെയിൽസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. വെന്യൂ, സ്ഥലം, സ്കൂൾ ഓഡിറ്റോറിയം ആണ്. ഡേറ്റ് 15th October 2024 ആണ്. ടൈം 10 AM to 1 PM ആണ്.
ആരാണ് ഇനോഗ്രേറ്റ് ചെയ്യാൻ വരുന്നതെന്നും പിന്നെ ക്ഷണിച്ചുകൊണ്ടുള്ളതും എഴുതാം. ദ ചീഫ് ഓഫ് ദ മാസേ കമ്മ്യൂണിറ്റി വിൽ ഇനോഗ്രേറ്റ് ദ ഫസ്റ്റ് വി ദ നേച്ചർ ക്ലബ് മെമ്പേഴ്സ് ഇൻവൈറ്റിംഗ് യു ഓൾ. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ്. Pairs of words that have the same sound but different meanings are given in brackets. Choose the right word and complete the following sentences. ഇവിടെ നമുക്ക് ഓരോ സെൻറ്റൻസിനും നേരെ ഉച്ചാരണം സെയിം ആയിട്ടുള്ള, നമ്മൾ പറയുന്നത് സെയിം ആണ് പക്ഷേ അർത്ഥം മാറുന്ന 2 വാക്കുകൾ തന്നിട്ടുണ്ട്. അതിലേതാണ് ഇവിടെ മാച്ചെന്ന് നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തത് എന്താണ്? ദിസ് ഡേഷ് വി ഡിഡ് നോട്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് റെയിൻ. അപ്പോൾ ഇവിടെ 2 വാക്കുകൾ തന്നിട്ടുണ്ട്. ഇയർ അല്ലേ, 2 തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഇയർ എന്ന് പറഞ്ഞാൽ വർഷമാണ്, രണ്ടാമത്തത് ചെവിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഏതാണ് വേണ്ടത്? ഇവിടെ ആവശ്യത്തിന് മഴ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്ത് വേണം? ദിസ് ഇയർ, വർഷത്തിലെ, ഈ വർഷത്തിൽ ആവശ്യത്തിന് മഴ ലഭിച്ചിട്ടില്ല എന്നാണ് വേണ്ടത്. സെക്കൻഡ്, ദ ബോയ് സോ എ സ്മോൾ ഡാഷ് ഓൺ ദ ട്രീ ട്രങ്ക്. ഇവിടെ നമുക്ക് ഹോൾന്ന് 2 തന്നിട്ടുണ്ട്. WHOLE അല്ലേ, 2 തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ബോയ് ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു പൊത്ത് കണ്ടു അല്ലേ. അപ്പോൾ എന്താണ് അവിടെ വേണ്ടത്? ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴുവൻ. രണ്ടാമത്തെ ഹോൾ എന്ന് പറയുന്നതാണ് തുള അല്ലേ, അങ്ങനെ മാള എന്നൊക്കെ പറയും പോലെ അല്ലേ, മാളല്ല തുള, ഓട്ട എന്നൊക്കെ പറയുന്ന സംഭവം കേട്ടോ. മൂന്നാമത്തത് വി നീഡ് ഡാഷ് ടു ബ്രീത്ത് ഇൻ. അപ്പം നമുക്ക് ശ്വസിക്കാൻ എന്താ വേണ്ടത്? ഹെയർ തന്നിട്ടുണ്ട്. അപ്പം എയർ ആണ് അല്ലേ. ഫോർത്ത്, ദ കൺട്രി ഈസ് എൻറ്ററിങ് എ ന്യൂ ഡാഷ് ഇൻ ഡെവലപ്മെൻറ്റ്. ഫേസ് 2 തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ മുഖമാണ്, രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ഘട്ടം അല്ലേ. നമ്മുടെ രാജ്യം ഒരു പുതിയ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ PHASE എന്നാണ് വേണ്ടത്. ഫിഫ്ത്ത്, ദ എൽഡേഴ്സ് ഡിസൈഡഡ് ടു ഡാഷ് എ ലെറ്റർ ടു ദ പ്രസിഡൻറ്റ് ഓഫ് കെനിയ. അപ്പോൾ എൽഡേഴ്സ് എന്താണ്? കെനിയയിലെ പ്രസിഡൻറ്റിന് ഒരു ലെറ്റർ എഴുതാൻ നിന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ റൈറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ RIGHT എന്താണ്? പിന്നെ വലത്, ശരി എന്നൊക്കെ ഉള്ളതാണ്. WRITE എന്നാണ് എഴുതുക എന്നുള്ളതിന് പറയാം. അടുത്തത്, ദ ക്ലാസ് റൂം ഈസ് ഡാഷ് നൗ. ക്വൈറ്റ് ഉണ്ട്, 2 ക്വൈറ്റ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വൈറ്റിൻ്റെ അർത്ഥം സൈലൻസ്, അങ്ങനെയാണ് അർത്ഥം കേട്ടോ, നിശബ്ദമായി എന്നൊക്കെയാണ്. രണ്ടാമത്തേതാണെങ്കിലോ പൂർണ്ണമായി, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ ക്ലാസ് റൂം എന്താണ്? സൈലൻ്റ് ആയി എന്നല്ലേ വേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ക്വൈറ്റ് എഴുതുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 6 ആണ്. ഹിയർ ഈസ് റെബേക്കാസ് റൊട്ടീൻ. റീഡ് ഇറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ സം ഓഫ് യുവർ റൊട്ടീൻ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ റെബേക്കയുടെ കുറച്ച് റൊട്ടീൻ കൊടുത്തിട്ടുണ്ട്. റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ, സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ദിവസവും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റെബേക്കൻ്റെ എന്തൊക്കെയാണ്? റെബേക്ക ഗെറ്റ്സ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. റെബേക്ക രാവിലെ തന്നെ എഴുന്നേൽക്കും. ഷീ ബ്രഷസ് ഹെർ ടീത്ത്, എന്നിട്ട് പല്ല് തേക്കും. ഷീ ലേൺസ് ഹെർ ലെസൺസ് റെഗുലർലി. എല്ലാ ദിവസവും അവളുടെ പാഠഭാഗങ്ങൾ അവൾ വായിക്കും. ഷീ ഹെൽപ്സ് ഹെർ മദർ ഇൻ കുക്കിംഗ്. എന്നിട്ട് അമ്മയെ അടുക്കളയിൽ സഹായിക്കും. പിന്നെയോ ഷീ ഗോസ് ടു ദ ഫാം ആൻഡ് ഫീഡ്സ് ദ ആനിമൽസ്. എന്നിട്ട് ഫാമിലേക്ക് പോയിട്ട് ആനിമൽസിനൊക്കെ ഫീഡ് ചെയ്യും, ഭക്ഷണം കൊടുക്കും. ഇനി നമ്മളുടേതാണ് എഴുതേണ്ടത്. I get up early in the morning. I brush my teeth and wash my face, and I eat something and take a bath. After I learn lessons and go to madrasa and school with my friends. അടുത്ത ആക്ടിവിറ്റി 7 ആണ്. ഷാൾ വി ഫോം ടു ഗ്രൂപ്പ്സ് ആൻഡ് പ്ലേ എ വേർഡ് ഗെയിം. യുവർ ടീച്ചർ വിൽ ഗിവ് നെസസറി ഇൻസ്ട്രക്ഷൻസ്. ആക്ട് അക്കോർഡിംഗ്ലി. ഇനി 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് ഒരു വേർഡ് ഗെയിം കളിച്ചാലോ? അതിന് നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസ് തരും, നിങ്ങളത് ആക്ട് ചെയ്ത് കാണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ തന്നിട്ടുണ്ടാവും, അത് ക്വസ്റ്റ്യൻ ആക്കി മാറ്റുകയാണ് വേണ്ടത്. ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ടാവും, അത് ക്വസ്റ്റ്യൻ ആക്കി മാറ്റണം. എക്സാമ്പിൾ, ഷീ ഈസ് പ്ലേയിങ്. ഫസ്റ്റ് ഗ്രൂപ്പ് ഷീ ഈസ് പ്ലേയിങ്, അവൾ കളിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റുക? ഈസ് എന്ന് പറയുന്നത് ഒരു ഓക്സിലറി വേർബാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഈസ് ഷീ പ്ലേയിങ്, അവൾ കളിക്കുകയാണോ? ഇനി ഒരു എക്സാമ്പിളും കൂടെ തന്നിട്ടുണ്ട്. ദേ ആർ വെറീഡ്, അവർ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റുക? ആർ ദേ വെറീഡ്, അവർ സങ്കടപ്പെട്ടിരിക്കുകയാണോ അല്ലേ? ഒന്നിലധികം പേരുണ്ടെങ്കിൽ ആറാണ് കേട്ടോ വേണ്ടത്.
അടുത്തത് ദ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ. ഈ ലോകം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ചൂടായിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളത് എങ്ങനെയാണ് എഴുതുക? ഇതിലുള്ള ഓക്സിലറി വേർബായ ഈസ് ഫസ്റ്റ് കൊണ്ടുവരിക. അപ്പോൾ ഈസ് ദ വേൾഡ് ഗെറ്റിംഗ് ഹോട്ടർ, ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് ഇങ്ങനെ ചോദിക്കാം. അടുത്തത് ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്. അത് ഭൂമിക്ക് വലിയൊരു പ്രശ്നമാണ്. അപ്പം നമ്മൾ പ്രശ്നമാണോ എന്നെങ്ങനെ ചോദിക്കുക? ഓക്സിലറി വേർബായ ഈസ് ഫസ്റ്റ് കൊണ്ടുവരിക. ഈസ് ഇറ്റ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്? അടുത്തത് റെബേക്ക ഈസ് ഹാപ്പി. റെബേക്ക സന്തോഷത്തിലാണ്. അപ്പോൾ റെബേക്ക സന്തോഷത്തിലാണോ എന്ന് എങ്ങനെയാ ചോദിക്കുക? ഈസ് റെബേക്ക ഹാപ്പി? അടുത്തത് ദേ ഹാവ് പ്ലാന്റഡ് സാപ്ലിങ്സ്. അവർ തൈകൾ നട്ടു. അപ്പോൾ അവർ തൈകൾ നട്ടോ എങ്ങനെ ചോദിക്കും? അപ്പം ഹാവ് ഫസ്റ്റിലേ കൊണ്ടുവരിക. ഹാവ് ദേ പ്ലാന്റഡ് സാപ്ലിങ്സ്. അടുത്തത് റെബേക്ക ഹാസ് റിട്ടൺ എ ലെറ്റർ ടു ദ പ്രസിഡൻറ്റ്. അപ്പോൾ റെബേക്ക പ്രസിഡൻറ്റിന് ഒരു ലെറ്റർ എഴുതി. അപ്പോൾ റെബേക്ക പ്രസിഡൻറ്റിന് ലെറ്റർ എഴുതിയോ എന്ന് എങ്ങനെ ചോദിക്കും? ഹാസ് റെബേക്ക റിട്ടൺ എ ലെറ്റർ ടു ദ പ്രസിഡൻറ്റ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 8 ആണ്. റീഡ് ദ ഫോളോയിങ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അബൌട്ട് എ ഗേൾ ഹൂ സെറ്റ് ഔട്ട് ഓൺ എ മിഷൻ ടു സേവ് ദ പ്ലാനറ്റ്. പ്ലാനറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മിഷൻ കൊണ്ടുവന്നതിനെ കുറിച്ചുള്ള ഒരു ന്യൂസാണ് താഴെ തന്നിട്ടുള്ളത്. നമുക്കത് വായിച്ച് നോക്കാം. ഗ്രേറ്റാസ് ഗ്രേറ്റ് മിഷൻ ടു സേവ് പ്ലാനറ്റ്. പ്ലാനറ്റിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേറ്റയുടെ ഒരു മിഷനെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത്. Stockholm. A differently abled young girl won the hearts of millions as she held a placard and said outside the Swedish parliament here on Monday. Greta Thunberg was promoting the cause of saving the planet from climate change. Diagnosed with autism spectrum disorder at a tender age, she was undeterred, took up the campaign and sat alone to promote the cause. Greta proved how she could make a big difference to this campaign, noted a local television channel that beamed the event live. അപ്പോൾ എന്താണ്? ഗ്രേറ്റ എന്ന് പറയുന്ന ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഈ കുട്ടിക്ക് എന്താണ്? ഓട്ടിസം ആണ്. കുട്ടി എന്താണ് ചെയ്യുന്നത്? സ്വീഡിഷ് പാർലമെൻറ്റിൻ്റെ മുൻപിൽ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ ആയിട്ട് ഒരു പ്ലക്കാർഡ് പിടിച്ചിട്ട് ഇരിക്കുകയാണ്. എന്താണ്? സേവിങ് ദ പ്ലാനറ്റ് ഫ്രം ക്ലൈമറ്റ് ചേഞ്ച്. ഇങ്ങനെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു വലിയ വാർത്തയാവുകയാണ്. അപ്പോൾ ഈ ഒരു ന്യൂസാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് ദ എക്കോ ക്ലബ് ഇൻ യുവർ സ്കൂൾ പ്ലാന്റഡ് സാപ്ലിങ്സ് ഓൺ ദ സ്കൂൾ പ്രിമിസസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് സാപ്ലിങ്സ് ടു ദ സ്റ്റുഡൻസ് ഓൺ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. എ റാലി വാസ് also held to make the pupil aware of the need to conserve water. The program was inaugurated by the ward member. Prepare a news report. എക്കോ ക്ലബിൻ്റെ നേതൃത്വത്തിൽ വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേയിൽ കുറച്ച് വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ വെള്ളം സംരക്ഷിക്കുന്നതിനെ പറ്റിയിട്ട് ഒരു റാലിയും സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വാർഡ് മെമ്പറാണ്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഹെഡിങ് കൊടുക്കുക. വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ വിത്ത് MLP സ്കൂൾ. പിന്നെ സ്ഥലം എവിടെയാണ്? കോഴിക്കോട്. ദ MLP സ്കൂൾ കോഴിക്കോട് സെലിബ്രേറ്റഡ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ വിത്ത് സോ മെനി ആക്ടിവിറ്റീസ്. The Eco Club students planted saplings on the premises and they also distributed saplings to the students. The program was inaugurated by the ward member Sri Babu. A rally was also held to make the pupil aware of the need to conserve water. അപ്പോൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. ഇനി ആക്ടിവിറ്റി 9 ആണ്. ഗിവൺ ബിലോ ഈസ് പ്ലക്കാർഡ് റിലേറ്റഡ് ടു ഗ്ലോബൽ വാർമിംഗ്. പ്രിപ്പയർ അനദർ വൺ അബൌട്ട് ഫോറസ്റ്റ് കൺസർവേഷൻ. യു മേ മേക്ക് മോർ പ്ലക്കാർഡ്സ്. ഇവിടെ ഗ്ലോബൽ വാർമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലക്കാർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫോറസ്റ്റ് കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്ലക്കാർഡ് തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്ക് എഴുതാം സേവ് ഫോറസ്റ്റ്, സേവ് നേച്ചർ. അതുപോലെ 2-3 എണ്ണം കൂടെ തരാം. ഇതുപോലെ പ്ലക്കാർഡ് വരച്ചിട്ട് എഴുതുക കേട്ടോ. സേവ് പ്ലാൻ, സേവ് ദ ക്ലൈമറ്റ് എഴുതാം. അതുപോലെ ഡോണ്ട് കട്ട് ദ ട്രീസ്. പിന്നെ ട്രീസ് ആർ ദ റൂട്ട് ഓഫ് അവർ എക്സിസ്റ്റൻസ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 10 ആണ്. ലുക്ക് അറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. റെബേക്ക ഹാഡ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ദർ വാസ് ആൻ ആപ്പിൾ ട്രീ ഇൻ ദ garden. Complete the following passage using a, an or
ദ. എ ആണോ ഏനാണോ ദ ആണോ എന്ന് എഴുതാനാണ്. ചോദ്യത്തിൽ റെബേക്ക ഹാഡ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ എന്നുള്ളതിൽ എ എന്താണ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. റെബേക്കയ്ക്ക് ഒരു മനോഹരമായ പൂന്തോട്ടമുണ്ട്. ദർ വാസ് ആൻ ആപ്പിൾ ട്രീ ഇൻ ദ ഗാർഡൻ. ആ ഗാർഡനിൽ എന്തുണ്ട്? ആപ്പിൾ ട്രീ ഉണ്ട്. അപ്പോൾ ആപ്പിളിൻ്റെ മുൻപുള്ള ഏന് നമ്മൾ എന്താണ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ദയും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെയുള്ള പാസേജ് വായിച്ചിട്ട് നമ്മളോട് എ ആണോ ഏനാണോ ദ ആണോ വേണ്ടത് വെച്ചാൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, വോവൽസ് ആയിട്ടുള്ള എ ഇ ഐ ഒ യു ആ 5 അക്ഷരങ്ങൾ പഠിച്ചു വെക്കുക. അതിൻ്റെ മുൻപിൽ നമ്മൾ ഏനാണ് ചേർക്കേണ്ടത്, എന്നാണ് ചേർക്കേണ്ടത്. അതല്ലാത്ത വാക്കുകൾ അതല്ലാത്ത അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളുടെ മുൻപിലാണ് എ ചേർക്കേണ്ടത് കേട്ടോ. നൗൺസിന് മുന്നിലായിട്ടാണ് ദ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹലോ ചിൽഡ്രൻ, ഹൗ ആർ യു? ഹലോ കുട്ടികളെ, ഹൗ ആർ യു ചോദിക്കുകയാണ്. ഐ ആം ഡേഷ് ആപ്പിൾ ട്രീ ഇൻ റെബേക്കാസ് ഗാർഡൻ. അപ്പോൾ ഇവിടെ ആപ്പിൾ ആണ് വാക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ എ ഇ ഐ ഒ യു എന്നുള്ള ആ ലെറ്റേഴ്സിൽ എന്തുണ്ട്? എ ഉണ്ട് അല്ലേ. ആപ്പിളിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എ ഉണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ തൊട്ട് മുൻപ് വേണ്ടത്? ഏനാണ് വേണ്ടത്. ഹാവ് യു ഗോട്ട് ഇനഫ് റെയിൻ ദിസ് ഇയർ? ഐ തിങ്ക് ഡേഷ് ആൻസർ ഈസ് നോ. അപ്പോൾ ആൻസർ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നൗണാണ് അല്ലേ. അപ്പം നമ്മളവിടെ ദ ആണ് കൊടുക്കേണ്ടത്. വാട്ട് മേ ബി ഡാഷ് റീസൺ? അപ്പോൾ റീസൺ എന്ന് പറയുന്നത് ഒരു നൗണാണ്. അപ്പോൾ അവിടെയും എന്താണ്? ദ ആണ് വേണ്ടത്. പീപ്പിൾ ആർ കട്ടിംഗ് us down. We help in bringing rain. We give you fruits, flowers and fresh air. So don't cut us down. I can stand like dash umbrella to protect you. അപ്പോൾ എന്താണ്? ലൈക്ക് അംബ്രല്ല. അംബ്രല്ലയുടെ യു ആണല്ലേ ഫസ്റ്റ് ലെറ്റർ. അപ്പോൾ എ ഇ ഐ ഒ യു അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? ഏനാണ് അല്ലേ. ഫ്രം ഡാഷ് ഹോട്ട് സൺ. അപ്പോൾ ഹോട്ട് എന്നുള്ളതൊരു നൗൺ ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? ദ ആണ് വരിക. ഇഫ് യു പ്ലാന്റ് മോർ സാപ്ലിങ്സ് ഐ ഷോൾ ഗിവ് യു ലോഡ്സ് ഓഫ് ആപ്പിൾസ്. വെൻ വി പ്ലാന്റ് ഡാഷ് സാപ്ലിംഗ് വി ആർ പ്ലാന്റിങ് ഹോപ്പ്. അപ്പോൾ സാപ്ലിങ്സ് എന്നത് എസ്സിലാണ് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ വോവൽസിൻ്റെ അതല്ല. അപ്പോൾ എ ഇ ഐ ഒ യു അല്ല. അതുകൊണ്ട് തന്നെ എ ആണ് അവിടെ വരിക. അപ്പോൾ മക്കളെ ഈ ഒരു ചാപ്റ്ററും ആക്ടിവിറ്റീസും ഒക്കെ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മക്കൾ എന്തായാലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ക്ലാസ്സുകൾ വേണമെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വേറെ ക്ലാസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ തന്നെ വേറെ സബ്ജക്റ്റോ ഒക്കെ വേണമെങ്കിൽ മക്കളൊന്ന് ചാനൽ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റഡി ടൈമിൻ്റെ ക്ലാസ്സിൽ കാണാം.